ചൂരൽമലയിലെ ശ്രുതിയെ ടി സിദ്ദിഖി പറഞ്ഞു പറ്റിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് നൽകുമെന്നായിരുന്നു സിദ്ദിഖിന്റെ വാഗ്ദാനം. പക്ഷേ ഇതുവരെ വീട് കൊടുത്തില്ല. കോൺഗ്രസ് വാഗ്ദാനത്തെ തുടർന്ന് ശ്രുതി ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച് 15 ലക്ഷം രൂപ വാങ്ങി. ഇപ്പോൾ പണം തിരികെ നൽകാം, ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ശ്രുതിയെന്നും റഫീഖ് പറഞ്ഞു. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് വെച്ച് നൽകും, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ആശുപത്രി കിടക്കയിൽ നിന്നും ആംബുലൻസ് സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തി ആ ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്ന ടി സിദ്ദിഖ്. ശ്രുതിക്ക് സ്വാഭാവികമായിട്ടും ടൗൺഷിപ്പിൽ വീടുണ്ട്. ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റി കൽപ്പറ്റ MLA പറഞ്ഞ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ടാണ് അവർ പോയത്. തിരികെ ആ വീട് കിട്ടാതപ്പോൾ ശ്രുതിക്ക് ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടി വന്നത്. എന്തിനാണ് ഇങ്ങനെ ശ്രുതിയെ പോലെയുള്ളൊരു പെൺകുട്ടിയെ, ദുരന്ത ബാധിതരെ എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് പറ്റിക്കുന്നത്? ദീപക് മോഹൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദീപക്, ശ്രുതിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രുതിയുടെ ദുരവസ്ഥയിൽ കേരളം ഒറ്റക്കെട്ടായി ശ്രുതിക്കൊപ്പം നിന്നതാണ്. ഇതിപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം, അതിന് ഗൗരവം ചെറുതല്ല. ഒരു വശത്ത് കോൺഗ്രസ് ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള വലിയ വിമർശനം നിലനിൽക്കുമ്പോഴാണ് ശ്രുതിയെ പറഞ്ഞു പറ്റിച്ചു ടി സിദ്ദിഖ് MLA എന്ന വലിയ വിമർശനം വരുന്നത്. ഇത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? ടി സിദ്ദിഖ് എന്ത് വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം എങ്ങനെയാണ് ദീപക്? ആര്യ, ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ കോൺഗ്രസ് പറഞ്ഞു പറ്റിച്ചു എന്നുള്ള വലിയ രൂക്ഷമായ വിമർശനമാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉന്നയിക്കുന്നത്. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് നൽകുമെന്ന മുൻപ് MLA ആയിരുന്ന ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഇത്തരത്തിൽ വാഗ്ദാനത്തെ തുടർന്നാണ് ശ്രുതി സർക്കാർ ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വീട് നിർമ്മാണം നടന്നില്ല. ഇപ്പോൾ ശ്രുതി 15 ലക്ഷം രൂപ തിരികെ നൽകി ടൗൺഷിപ്പിലെ വീട് വേണമെന്ന അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് കൽപ്പറ്റ MLA ആയിരുന്ന ടി സിദ്ദിഖ് ചെയ്ത ചതിയാണ്. കേരളം മുഴുവൻ ശ്രുതിയെ ചേർത്ത് നിർത്തിയെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയമായി മുതലെടുപ്പിന് ഉപയോഗിച്ചു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി റഫീഖ് പറയുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സിദ്ദിഖ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. തന്നെ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിനിടയിൽ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് CPM. താൻ വീട് വെച്ച് നൽകാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തൃശൂർ ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത്. വീട് സ്പോൺസർ ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് ടി സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ആ സമയത്ത് ഈ ശ്രുതിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞ സമയത്ത് വീടിന് തറക്കല്ലിടൽ, ഭൂമി ഏറ്റെടുത്ത തറക്കല്ലിടൽ ചടങ്ങ് നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം പണി ഇതുവരെ ഒന്നും തന്നെ പൂർത്തിയായില്ല. നമുക്കറിയാം, ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ സർക്കാർ തന്നെയാണ് നിയമനം നൽകിയത്. അതിനിടയിലാണ് ഇപ്പോൾ ശ്രുതി 15 ലക്ഷം രൂപ തിരികെ അടച്ചുകൊണ്ട് സർക്കാർ ടൗൺഷിപ്പിൽ വീട് നൽകണം എന്ന അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലും CPM-നും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏതായാലും കൽപ്പറ്റ MLA ആയിരുന്ന ടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഇതിന് കൃത്യമായൊരു മറുപടി വന്നിട്ടുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് ശ്രുതിയെ പറ്റിച്ചു. ഇത്തരത്തിൽ ദുരന്തബാധിതരെ പറ്റിക്കാനായി കൽപ്പറ്റ MLA ആയിരുന്ന ടി സിദ്ദിഖും നേതൃത്വം നൽകി എന്നാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം. ആര്യ, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ദീപക്, ഇപ്പോൾ ടി സിദ്ദിഖിന്റെ വിശദീകരണം വന്നു കഴിഞ്ഞു. താൻ അത്തരത്തിലൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ വിലപ്പോകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ വിഷയം ഈ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിൽ വലിയ ആയുധമായി തന്നെ CPM മുന്നോട്ട് വയ്ക്കില്ലേ? ആര്യ, ഈ പ്രചരണത്തിന് അവസാന ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയപരമായ ഒരു ആയുധമായി തന്നെ CPM ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനെ പരമാവധി പ്രതിരോധിക്കാൻ സിദ്ദിഖ് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, കൽപ്പറ്റ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സിദ്ദിഖ് ഇത്തവണ മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ള പ്രചരണത്തിൽ ഏറെ മുന്നിൽ തന്നെയാണ്. സിദ്ദിഖ് പ്രധാനമായും പറയുന്നത് തന്നെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന സമയത്ത് കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ആ രീതിയിൽ തന്നെയുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. മാത്രമല്ല, നേരത്തെ ശ്രുതിക്ക് വീട് നൽകാമെന്ന താൻ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചിരുന്നുവെന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറയുന്നുണ്ട്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പകുതി കട്ട് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നാണ് ടി സിദ്ദിഖ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. വീട് സ്പോൺസർ ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. തറക്കല്ലിടൽ കർമ്മത്തിൽ തന്നെ ഉൾപ്പെടെ വിളിച്ചു. അത് മീഡിയ മുഴുവൻ വാർത്തയാക്കിയതാണ്. CPM ജില്ലാ സെക്രട്ടറി പോസ്റ്റിലിരുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ്
ടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് മറുപടി ലഭിച്ചിരിക്കുന്നത്. ആര്യ. ഓക്കെ, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപക്, ഇതിപ്പോൾ ശ്രുതി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് CPIM പറയുന്നുണ്ടല്ലോ. CPIMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് അക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് ശ്രുതി കടന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണ് ദീപക്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രുതിയെ നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ശ്രുതിക്കുള്ളത്. നേരത്തെ, അതായത് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള മണിയങ്കോടിനടുത്തെ സ്ഥലമാണ് ഈ ശ്രുതിക്ക് വേണ്ടി വീട് വെച്ച് നൽകാമെന്ന ഒരു സംഘടന വാഗ്ദാനം ചെയ്തത്. ആ ശ്രുതിയെ പിന്നീട് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് എത്തിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ കൽപ്പറ്റ MLA ആയിരുന്ന ടി സിദ്ദിഖ് ഈ വീടിന്റെ ബാക്കി കാര്യങ്ങൾ, വിശദാംശങ്ങളൊക്കെ തന്നെ ശ്രുതിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരിച്ച പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ CPIMന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആരോപണം കൽപ്പറ്റ MLA ആയിരുന്ന ടി സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ളത്. 120 ദിവസം കൊണ്ട് അന്ന് ശ്രുതിക്ക് വീട് നൽകുമെന്ന് സിദ്ദിഖ് പറയുന്നത് ഇപ്പോഴും ഫേസ്ബുക്ക് പേജിലുണ്ടെന്നാണ് CPIM പറയുന്നത്. പക്ഷെ ഇതുവരെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ല എന്നാണ് മറ്റൊരു ഭാഗത്തു നിന്ന്. ഓക്കെ, ദീപക് മോഹനാണ് വിശദമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്നാൽ താൻ അങ്ങനെ ഒരു വാഗ്ദാനമേ നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ടി സിദ്ദിഖ് പറയുന്നത്. പക്ഷേ ശ്രുതിയെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു ടി സിദ്ദിഖ് എന്ന വലിയ ആരോപണം അത് കടുപ്പിക്കുകയാണ് CPIM.